ഹലോ ഫ്രണ്ട്സ്, വള്ളുവനാട ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ളോഗാട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ വിറകൊന്നുമില്ല നമ്മുടെ വീട്ടിൽ, വളരെ കുറവാട്ടോ വിറകൊക്കെ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സമയത്ത് അമ്മ ഇഷ്ടം പോലെ വിറക് ഇവിടെ ഉണ്ടാക്കി കൊടുന്ന് വയ്ക്കായിരുന്നു. അമ്മയ്ക്കിപ്പോൾ കണ്ണിന് കൊണ്ട് വയ്യാത്തതുകൊണ്ട് നമ്മൾ ആകെ ബുദ്ധിമുട്ടിലായി. അപ്പോൾ നമ്മുടെ പഴയ വീടിനൊക്കെ ഉണ്ടായിരുന്ന പഴയ ജനൽ, വാതിൽ, സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തല്ലി പൊളിച്ച് കുറച്ച് വിറകുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കണ്ണനും കാശിക്കൂട്ടനും നല്ല പണി കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള അത് ബാക്കിൽ തൊടിയല്ലേ, അപ്പോൾ വീടിൻ്റെ തൊടിയുടെ ബാക്കിലുള്ള ചപ്പൊക്കെ കൂട്ടി അവർ കത്തിച്ച് കളയും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ, ഇത് വെട്ടിപ്പൊളിക്കും വേണം. അതാഴേക്കും കണ്ണനും കാശിക്കൂട്ടനും കളിക്കാൻ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞൊന്ന് വിറക് കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയിലാണ് അടുത്തത്. ഈ വെള്ളിസങ്ങളാട്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഈ വിറകൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്യാസ് ഉണ്ട്, പക്ഷേ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് വിറകിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലീവുള്ള ദിവസം പരമാവധി നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. എന്താ കാരണം ചോദിച്ചാൽ ഇപ്പോൾ അമ്മയ്ക്കും വയ്യ, ഇനി വൈഫ് കുറച്ച് ദിവസം ലീവാണ്. അപ്പോൾ നമുക്ക് ആരിനും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, കണ്ണുള്ളപ്പോൾ അതിൻ്റെ കാഴ്ച അറിയില്ല എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാണ് ശരിക്കും സത്യം. അമ്മയുള്ളപ്പോൾ നമുക്കിതൊന്നും അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് വയ്യാത്തോണ്ടിരിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയണം. അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ഇടിച്ചക്കയാണ് കേട്ടോ. അപ്പോൾ വൈഫും അമ്മയും കൂടി സംസാരിച്ചൊക്കെ ഇരുന്ന് അവർ ഇടിച്ചക്കൊക്കെ നേരാക്കാം കേട്ടോ. അപ്പം അമ്മയ്ക്ക് കണ്ണിന് വയ്യാത്തതുകൊണ്ടൊക്കെ നല്ല പ്രശ്നമാണ്. അമ്മയ്ക്ക് തല അധികം ഇളക്കാൻ പറ്റുന്നില്ല. അമ്മ കിടക്ക് തന്നെ, അപ്പോൾ ഉള്ളിൽ തന്നെ അങ്ങനെ കിടക്കുന്നതുകൊണ്ടേ അമ്മയ്ക്ക് തന്നെ ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരിക്കും, കിടന്നാൽ തന്നെ പകുതി നമുക്ക് അസുഖങ്ങൾ വന്ന പോലെ തോന്നും. അപ്പോഴേയും കാശിക്കൂട്ടൻ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് അച്ഛനോടെ മടിയിൽ കയറിയിരുന്ന് എന്തൊക്കെയോ കുശലം പറയുന്നുണ്ട് അവർ രണ്ടാളും കൂടി. അപ്പം ഞാനിതൊക്കെ കണ്ട് വിറക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും കാശിക്കൂട്ടനെ വിളിച്ചു, കാശിക്കൂട്ട വാടാ നമുക്ക് വിറക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ ഞാനും വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കാശിക്കൂട്ടൻ എൻ്റെ പിന്നാലെ വന്നു കേട്ടോ വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നോട് തമാശയ്ക്ക് പറഞ്ഞു കേട്ടോ, പാവം അവൻ്റെ കൂടെ വന്നു. എന്നിട്ട് ചെറിയൊരു വിറക് കൊള്ളി എടുത്തിട്ട് വരാനാണ് പറഞ്ഞു. അവനതിൽ ഏറ്റവും വലിയൊരു വിറക് കൊള്ളി, അവന് സാധിക്കാത്തൊരു വിറക് കൊള്ളി എടുത്തിട്ട് അവൻ വരുന്നുണ്ട് കേട്ടോ. വിറകൊക്കെ 2-3 വട്ടം കൊടുന്ന് വയ്ക്കുമ്പോഴേക്കും വൈഫ് നല്ല സംഭാരം ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ സംഭാരമൊക്കെ കുടിച്ച സെറ്റാണ് ആ സമയത്ത്. അപ്പോഴേക്കും നമ്മുടെ കണ്ണൻ കരാട്ട ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച കണ്ണനെ ക്ലാസ് ഉണ്ട്, കരാട്ട ക്ലാസ് ഉണ്ട്. ഞായറാഴ്ച അവൻ്റെ പാട്ട് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരികയാണ് കണ്ണൻ. ഇപ്പോൾ 2-3 ആഴ്ചയായി കണ്ണനെ പാട്ട് ക്ലാസ്സിന് കൊണ്ടിട്ട്. ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം പോകാൻ പറ്റിയില്ല. പിന്നെ അറിയാമല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അങ്ങനെ കണ്ണൻ വന്ന് കളിക്കാനൊക്കെ പോയി. അപ്പം ഒന്ന് വൈഫ് നല്ല മുളക് വറുത്തപ്പൊളിയും ഇടിച്ചൊക്കെ ഉപ്പേരിയായിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണെന്നൊക്കെ സ്പെഷ്യലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ അതൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചാൽ, പുഴുങ്ങി ഇടിച്ച് ചതച്ച് വെച്ചാൽ ഇടിച്ചക്ക അതിലേക്കിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് സെറ്റാവാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചക്കുപ്പേരി സെറ്റായിട്ടോ. അങ്ങനെ സെറ്റായതിനു ശേഷം അമ്മയ്ക്കും കണ്ണനെയും കാശിക്കൂട്ടനെയൊക്കെ ഭക്ഷണം കൊടുത്തു കേട്ടോ. അവർ കളിക്കാൻ പോയിട്ട് വന്നതിൻ്റെ തിരക്കിലെ 2 പേരും ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്ക് മടിയുള്ള കേസാണ്. പിന്നെ അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കണമല്ലോ, അതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു.